വളരെയേറെ നാളുകളായി താൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇപ്പോൾ താൻ സഫലീകരിച്ചിരിക്കുകയാണ് എന്ന ജിഷൻ മോഹൻ്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും വളരെയധികം പ്രധാനപ്പെട്ടതുമായി മാറുന്നത്. ജിഷൻ മോഹൻ പങ്കുവച്ചിരിക്കുന്നത് ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ചിത്രമാണ്. ഇതെന്താണ് സംഭവം എന്നറിയാൻ പ്രേക്ഷകരെല്ലാവരും ജിഷിൻ്റെ ക്യാപ്ഷനിലേക്കാണ് നോക്കിയത്. വളരെയേറെ നാളുകളായുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു ആൺകുഞ്ഞിന് അച്ഛനാകണമെന്നത്. അതാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നതെന്നും ഞാൻ എങ്ങനെ ദൈവത്തിനോടും മറ്റുള്ളവരോടും നന്ദി പറയണമെന്നറിയില്ല എന്നും പറയുന്നു. എന്താളിച്ച് എല്ലാവരും വന്ന് നോക്കിയത് ജിഷിൻ്റെ ബാക്കി പോസ്റ്റിൽ തന്നെയാണ്. എന്നാൽ ജിഷിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ജിഷിൻ്റെ കഥാപാത്രമാണ് ഇപ്പോൾ ആ കുഞ്ഞിന് അച്ഛനായി മാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പറഞ്ഞെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ കന്യാദാനം എന്ന സീരിയൽ വളരെയധികം വൈറലാകാറുണ്ട്. ജിഷൻ മോഹൻ സൂര്യ ടി.വിയിൽ ട്രെൻഡിംഗ് ആയി മാറിയ സീരിയലായ കന്യാദാനത്തിൽ നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ റോള് ഇപ്പോൾ അച്ഛനായിരിക്കുകയാണ്. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കണമെന്നും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഒരുപാട് കുഞ്ഞുങ്ങളുടെ അച്ഛനായി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആൺകുഞ്ഞിൻ്റെ അച്ഛനായി അഭിനയിച്ചിട്ടില്ല എന്ന വിഷമം അതിപ്പോൾ മാറിയിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞെത്തിയിരിക്കുന്ന ജിഷിൻ്റെ പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. ഒരു ആൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച വിനയന് ദൈവം ആദ്യം പെൺകുഞ്ഞിനെ നൽകി, അതും ഇരട്ടകൾ. വിനയന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ഇനിയൊക്കെ എങ്ങനെ കെട്ടിച്ചു വിടുമെന്നതായിരുന്നു അവൻ്റെ ചോദ്യം. ആൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിന് അവൻ്റേതായ പല ന്യായങ്ങളും കണ്ടെത്തലുകളും വിനയ് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവസാനം ആറ്റുനൂറ്റ് വളരെ ആഗ്രഹിച്ച വിനയൻ്റെ ആൺകുഞ്ഞ് ജനിച്ചു. അവൻ്റെ ആഹ്ലാദത്തിന് അതിരുകളില്ലാതായി. അതേ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴുമുണ്ട്. അവരുടെ പ്രതിനിധിയാണ് സൂര്യ ടി.വിയിലെ കന്യാദാനം സീരിയലിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം വിനയൻ എന്ന കഥാപാത്രമെന്ന് ജിഷൻ പറയുന്നു. 1500 എപ്പിസോഡുകൾ പിന്നിട്ട് കന്യാദാനം മുന്നിലേക്ക് പോവുകയാണ്. മുന്നേറുമ്പോൾ നിരവധി ഷെയ്ഡുകളുള്ള വിനയൻ എന്ന കഥാപാത്രത്തെയും ഞാൻ നെഞ്ചിലേറ്റി അവതരിപ്പിച്ചു പോകുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും അഭിപ്രായങ്ങൾക്കും നന്ദി എന്നാണ് പറയുന്നത്. സന്ധ്യ രാജേന്ദ്രനും ദിവ്യദർശനും ഇതിന് നന്ദിയുണ്ടെന്നും അതുപോലെ തന്നെ പ്രതീഷ് നന്ദനും ശശീന്ദ്രൻ വടകരയ്ക്കുമൊക്കെ നന്ദി അറിയിച്ചുകൊണ്ടാണ് ജിഷൻ മോഹൻ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെയാണ് ജിഷൻ ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. ആദ്യം ഞങ്ങൾ കരുതി ജിഷിൻ്റെയും അമ്മയുടെയും കുഞ്ഞാണെന്ന്, പിന്നീട് കുഞ്ഞിനെ ദത്തെടുത്തോ എന്ന് വരെ ചിന്തിച്ചു. ഇപ്പോഴാണ് ക്യാപ്ഷൻ വായിച്ചത്. ക്യാപ്ഷൻ വായിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് എന്ന് പലരും ക്യാപ്ഷനിൽ തന്നെ പറയുന്നുണ്ട്. കമൻറ്റ് ബോക്സ് തന്നെ നിറയുകയാണ്. എന്തായാലും ആൺകുഞ്ഞിന് ജന്മം നൽകണമെന്നും അല്ലെങ്കിൽ ആൺകുഞ്ഞിൻ്റെ അച്ഛനാകണമെന്നുമൊക്കെ ആഗ്രഹിച്ചതാണല്ലോ, ഇങ്ങനെ സാധിച്ചു എന്ന് കരുതിയാൽ മതി ജിഷിനെ. ഞങ്ങളെല്ലാവരും ആദ്യം ഞെട്ടി എന്ന് പറഞ്ഞ് പലരും എത്തുന്നുണ്ട്. പലർക്കും ജിഷിൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും സംസാരവും എല്ലാം അറിയാവുന്നതാണ്. ആദ്യം കരുതി ഇത് സത്യമാണ് എന്ന്, പിന്നീടാണ് സത്യം എന്താണ് എന്ന് ക്യാപ്ഷനിലൂടെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. ആദ്യം ജിഷിന് വേണ്ടി സംസാരിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ജിഷിൻ ഈ പങ്കുവച്ച ക്യാപ്ഷനിലെ സത്യാവസ്ഥ കൂടി പ്രേക്ഷകർ മനസ്സിലാക്കിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.